കൂടുതൽ ലാൻഡ് അളവിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളിൽ പലതും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇത് 5.5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമുകളുള്ള വീടാണ്. യൂട്ടിലിറ്റി ഏരിയ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീടാണ് ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് പരിചയപ്പെടുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. പെരിങ്ങാല എന്നാണ് സ്ഥലത്തിന്റെ പേര്. നമുക്ക് പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിൽ 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ബസ് റൂട്ടിനൊക്കെ വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്റീരിയർ കൊണ്ടും എക്സ്റ്റീരിയർ കൊണ്ടും ഒക്കെ വളരെ മനോഹരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾ തൃപ്പൂണിത്തറയിലേക്ക് ചോദിക്കുവാണെങ്കിൽ 12 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് കാക്കനാട് ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ കളക്ടറേറ്റിലേക്ക് 9.6 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് വെറും 6 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലോ 17 കിലോമീറ്റർ, ആലുവയ്ക്ക് 16 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് 25 കിലോമീറ്റർ. ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഒരുപോലെ ഭംഗിയായി ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന്റെ എലിവേഷൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. എലിവേഷൻ നിങ്ങൾ കണ്ടു. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ടാർ റോഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെയെല്ലാം നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയാണ്. റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. മതിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനുകൾ വരുന്നുണ്ട്. GA പൈപ്പിന്റെ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു എൻട്രൻസ് തന്നെ മുകളിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് വരുന്നത്. മെയിൻ പില്ലറുകളിലായിട്ട് ഭംഗിയുള്ള 2 ഷോലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. PVC പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകളും ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിൻ ഗേറ്റ് തുറന്നിട്ട് നേരെ വീടിനകത്തേക്ക് കയറാം. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കോബിൾ സ്റ്റോൺസ് ആണ് ഈ ഒരു പോർഷനിലായിട്ട് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നോക്കുവാണെങ്കിൽ ഓൾറെഡി ഒരു കാറ് കിടക്കുന്നുണ്ട്. നമുക്ക് കവേർഡ് ആയിട്ടുള്ള പോർച്ചിന്റെ അണ്ടറിലാണ് ഈ ഒരു കാറ് കിടക്കുന്നത്. പോർച്ചിന്റെ റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു കാറിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാർ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ സ്റ്റോൺസ് തന്നെ വിരിച്ചിട്ട് ഡിഫറെന്റ് ആയ സ്റ്റോൺ ആണ്. ചെറിയ ഗ്രാസിന്റെ വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണർ കൂടാതെ KWയുടെ വാട്ടറും കൂടെയാണ് നമുക്കിവിടെ ഉള്ളത്. സൈഡിലൊക്കെ ആയിട്ട് ചെടികളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബോക്സിനകത്താണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഭംഗിയായിട്ടുള്ള വലിയ ട്രീസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഭാഗത്തായിട്ട് നല്ല ഭംഗിയായിട്ടൊരു ചെറിയൊരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ബാക്കിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം തന്നെ ചെറിയ പെബിൾസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് വലിയ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ വെക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് അതിന്റെ ഒരു കേജ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് തന്നെയാണ് ഇവിടെയെല്ലാം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലെ കിച്ചന്റെ പോർഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ ആയിട്ട് വളരെ സ്പേഷ്യസ് ആയ ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. കോർണർ പോർഷനിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെയും ചെറിയ ബോക്സ് ആയിട്ട് തിരിച്ചിട്ട് അതിനകത്തെല്ലാം പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും നമുക്ക് പെബിൾസ് വിരിച്ചിട്ട് ചെറിയ സ്റ്റോൺസ് ആണ് ഫുഡ് സ്റ്റെപ്പ് വെക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത്. മെയിൻ കാർ പോർച്ചിന്റെ സൈഡിൽ ഈ ഒരു കോർണർ പോർഷനിൽ നോക്കുവാണെങ്കിലും ഇവിടെയും നമുക്കൊരു പ്ലാന്റും ഭംഗിയായിട്ടുള്ള ചെറിയ ചെടികളും ഒക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് നിറയെ പ്ലാന്റ്സ് ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. വീതിയുള്ള സ്റ്റെപ്പുകളാണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു പില്ലർ ഭംഗിയായിട്ട് ക്ലാഡിംഗ് ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ചെറിയ ഷൂറാക്ക് വരുന്നുണ്ട്. അത് ചെയ്തിരിക്കുന്നതിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ്. നമുക്ക് ഇരിക്കാനായിട്ടും കൂടെ ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള ഡിസൈനിലുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒറ്റ പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ദർശനം. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ ഭാഗത്തേക്ക് വരുന്ന വിൻഡോ നിങ്ങൾ നോക്കിക്കോളൂ. കുറച്ച് വെറൈറ്റി ആയിട്ടും ഭംഗിയായ ഗ്ലാസിലും മോഡലിലും ഒക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് കാണാം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലിലാണ്. രണ്ട് സൈഡിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന റൂം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെ വിൻഡോസ് കൊടുത്തിരിക്കുന്നതിന്റെ നേരെ മുകളിലും അതേ ഓർഡറുകളിൽ തന്നെയാണ് വിൻഡോസ് വരുന്നത്. റൂഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനലിംഗ് വർക്കുകളും ഭംഗിയുള്ള LED ലൈറ്റുകളും വലിയൊരു ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതും സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വോൾ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാൻ നമുക്ക് ഇവിടെ കാണാം. TV യൂണിറ്റ് നമ്മുടെ റൂമിലേക്ക് വരുമ്പോൾ തന്നെ സ്ട്രെയിറ്റ് കാണാം. ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ TV വെക്കാനുള്ള ബോർഡ് നല്ല ഫ്ലോറിന് മാച്ച് ആയ ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിന്റെ നീളവും വീതിയും ഒക്കെ നോക്കുവാണെങ്കിൽ 11.5 അടി നീളവും 11.5 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇനി വരുന്നത്. ഇവിടെ ആയിട്ടൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ലിവിംഗ് സ്പേസിന്റെ ഈ എൻഡ് പോർഷനിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ രണ്ട് സൈഡിലും വരുന്നുണ്ട്. അവിടെ ഭംഗിയായിട്ടുള്ള ഡിസൈനോട് കൂടി ഒരു പോട്ടല്ല രണ്ട് പോട്ടുകൾ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. അത് കണ്ടിട്ട് വരാം. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്കുള്ള ഈ ഒരു വോള് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള മൊറോക്കൻ ടൈലാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ബെഡ്റൂമിന്റെ ഡോറ് എൻട്രൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13.5 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് വീടിന്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വലിയ ഗ്ലാസ് ഇട്ട ആ ഒരു സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് ആ ഒരു ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത്. സ്ലൈഡിംഗ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഗ്രേ കളറാണ്. താഴെയൊക്കെ ഒരുപാട് കബോർഡുകൾ വരുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഡ്രസ്സിംഗ് ടേബിളും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയ വർക്കുകളാണ്. പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ട് അത്യാവശ്യത്തിന് മാത്രമുള്ള സ്പോട്ട് ലൈറ്റുകളും LED ലൈറ്റുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ കൂടിയിട്ട് ഭംഗിയുള്ള ടൈലുകളാണ് ഫ്ലോറിലും റൂഫിലും എല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. താഴത്തുള്ള ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ബെഡ്റൂം നമുക്കിനി കാണാനുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡൈനിങ് സ്പേസിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ടഫിന്റെ ഗ്ലാസ് ഇട്ടത് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് പോകുന്ന ആ ഭാഗത്ത് നോക്കുവാണെങ്കിലും ആ ഒരു വോള് നല്ല ഡിസൈനിൽ ചെയ്തിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്കത് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് അവിടുത്തെ ആ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന് താഴെ വരുന്ന ഏരിയ നല്ലൊരു ഏരിയ തന്നെയുണ്ട്. അവിടെ കുറച്ച് ഡെപ്തിൽ ചെയ്തിട്ട് അവിടെ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഭംഗിയുള്ള രണ്ട് ചെറിയ പ്ലാന്റ്സും അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഇതിന് താഴെ വെക്കാം. കബോർഡുകളായിട്ട് തിരിക്കണമെങ്കിൽ എക്സ്ട്രാ സ്പേസ് അവിടെ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത് നേരെ ഡൈനിങ്ങിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് വലിയൊരു ഡൈനിങ് സ്പേസ് കിട്ടുന്നത്. 8 പേരെ വരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു ടേബിൾ ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് ഒരുപാട് വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാൻ വിത്ത് ലൈറ്റോട് കൂടിയൊരു ഫിറ്റിംഗ്സ് ആണ് മിഡിൽ പോർഷനിൽ തന്നെ വരുന്നത്. ആവശ്യത്തിന് മാത്രമാണ് റൂഫിലെ വർക്കുകൾ വരുന്നത്. ചെറിയ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലും ഗോൾഡ് മെഡലിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടു. സ്റ്റെയർ കേസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. ജാഗ്വാറിന്റെ ബ്ലാക്ക് കളറിലുള്ള ആ ഒരു വാഷ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വൈറ്റ് ഗ്രാനൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് രണ്ട് റൗണ്ട് മിറേഴ്സ് അടുത്തടുത്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാലും കാണാം നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. നല്ല ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ആ ഒരു ഏരിയ നല്ല വൈബോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ അവിടെ കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഡിസൈനിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോള് നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് വിൻഡോസ് അവിടെ ഒരു ഷോ ലൈറ്റും വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് എല്ലാം തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ഫാനും ഒക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. ഇതിനും സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെയും നമുക്ക് മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം എവിടെയാണ് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഇവിടെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ടൈലുകളാണ്. ഒരു പോർഷനിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റും അടുത്ത പോർഷനിൽ വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് മിക്സ്ഡ് ആയിട്ട് ഭംഗിയായിട്ടാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആണ്. വളരെ വലിയ ഹെവി ആയ എൻട്രൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ പോർഷൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് നല്ല വീതിയായിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഷെൽഫുകളുടെ ചെറിയ സ്പേസിനിടയിലൊക്കെ തന്നെ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിന്റെ മെയിൻ ആയിട്ട് നോക്കുവാണെങ്കിൽ നോക്കുന്ന ഭാഗത്ത് വലിയ 2 ഹാങ്ങിങ് ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്ലോക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നുണ്ട്. അതിനെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗങ്ങളിലെല്ലാം ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് നല്ല ക്രോക്കറി ഷെൽഫുകൾ ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് കിച്ചന്റെ സ്പേസ് ആണ് ഈ കാണുന്നത്. 5 6 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു ഏരിയ ആണ് കിച്ചണകത്ത് കിട്ടുന്നത്. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻസ് എല്ലാം വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ്. ഫേബറിന്റെ നമുക്കൊരു ഹൂഡ് ആൻഡ് ഹോബ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ്. ബാത്റൂം ബെഡ്റൂം നമ്മുടെ കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ നല്ലൊരു ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എൻട്രൻസിന് അവിടെയുള്ള മെയിൻ കൗണ്ടർ ടോപ്പ് പോർഷന്റെ താഴെയൊക്കെ തന്നെ നിറയെ കബോർഡുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾക്കുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ചുറ്റിനും കാണുന്ന സ്പേസ് മുഴുവൻ കബോർഡുകളാണ്. അതുകൂടാതെ ഈ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ സ്പേസും ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓണിയൻസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് അതിനുള്ളൊരു ബാസ്ക്കറ്റ് കൂടി കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് വെക്കാനായിട്ടും നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കബോർഡുകളുടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഓപ്പണിങ്സ് കാണാൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതിലൂടെ നല്ല രീതിയിൽ സൺലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയ LED ലൈറ്റുകളും സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. ഇവിടുത്തെയും സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെയും നിറയെ കബോർഡുകളാണ്. മുകൾ ഭാഗത്തും താഴെയൊക്കെ ഒരുപാട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോസും ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ വേറെയും നമുക്ക് ഗ്ലാസ് ഇട്ട പോർഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയായിട്ട് നോക്കുവാണെങ്കിൽ സിങ്കും പൈപ്പ് കണക്ഷനുമാണ് നമുക്ക് കിട്ടുന്നത്. മുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഡോറ് തുറന്നാൽ നേരെ പുറത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഓപ്പൺ സ്പേസ് ആണ്. നിങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ പോരാ, ഒരു വർക്ക് ഏരിയ കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് അവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു വോളിൽ നല്ല ഭംഗിയുള്ള ഒരു ഡെക്കോർ പീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കടന്നു വരുമ്പോൾ അതിന് നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ ചെറിയ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്താണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമായിട്ട് തന്നെയാണ് ആ ഒരു വർക്കുകളെല്ലാം തന്നെ അവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ കേബിൾ വരാനുള്ള ലൈനും സ്വിച്ച് ബോർഡും പവർ പോയിന്റും എല്ലാം ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. താഴെ നിറയെ കബോർഡുകളായിട്ടുമാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും പ്രത്യേക ഒരു ഷേപ്പിൽ തന്നെയാണ് ആ ഒരു LED സ്ട്രിപ്പുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ വോൾ നോക്കുവാണെങ്കിൽ ഭംഗിയായ ഒരു ക്ലോക്ക് ആണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഷോ ലൈറ്റുകളും അവിടെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ 2 ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസുമാണ് കാണാനുള്ളത്. മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു വോളിൽ നോക്കിയാലും മൊറോക്കൻ ടൈലുകൾ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഒരു ചെറിയ പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ടോട്ടൽ നോക്കുവാണെങ്കിൽ ഇത് 3ാമത്തെ ബെഡ്റൂം ആണ്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 11 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് ഈ ഒരു വോളിലാണ് കൊടുത്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ വർക്കാണ്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മോഡലും പാറ്റേണും ഒക്കെ സെയിം തന്നെയാണ് വരുന്നത്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഭംഗിയായ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കളർ കോമ്പിനേഷനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് വരുന്ന ഡോർ നമ്മളുടെ ഇവിടുത്തെ ഒരു ഓഫീസ് സ്പേസ് ആയിട്ടോ റീഡിംഗ് റൂം ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാപ്ടോപ്പ് ഒക്കെ വെച്ചായാലും ബുക്സ് ഒക്കെ വെക്കാനായിട്ട് നല്ല ഷെൽഫുകളും ഒരുപാട് സ്പേസുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെറിയൊരു പാർട്ടീഷൻ വരുന്നുണ്ട്. അതിന്റെ ഈ ഒരു ഭാഗം നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ബേസിനും കിട്ടുന്നുണ്ട്.
ധാരാളം വിൻഡോസ് വരുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് എയർ സർക്കുലേഷൻ ആയിട്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡോർ ഉണ്ട്. ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് ഫോർത്ത് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 13 അടി നീളവും 11.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് രണ്ട് വിൻഡോസും ഷോലൈറ്റും വരുന്നുണ്ട്. താഴെ നിന്ന് നമുക്ക് പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ കാണുന്ന വലിയ ഗ്ലാസിന്റെ പോർഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബുകൾ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയ വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ബാൽക്കണിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാസേജ് പോലെ നല്ല സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന് താഴെ കാണുന്ന ഭാഗം നമ്മുടെ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് വരുന്ന ലിവിംഗ് സ്പേസ് ആണ്. ലൈറ്റ് ഒക്കെ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് ബാൽക്കണിയിലേക്കാണ്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയ നല്ലൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. നല്ലൊരു പ്ലാന്റ് അവിടെ വെച്ചിട്ടുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ പാനലിങ്ങും അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ബാൽക്കണി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വീട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഭംഗിയുള്ള ഒരു വീടാണ് അല്ലെ? വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 5.5 ആണ് ലാൻഡ് അളവ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുണ്ട്. യൂട്ടിലിറ്റി സ്പേസ്, അതുകൂടാതെ നമുക്ക് റീഡിംഗ് റൂം കിട്ടുന്നുണ്ട്. 2 കിച്ചൺ വരുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. കിണർ വെള്ളമുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും ഉണ്ട്. 5.5 സെന്റ് ഓഫ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീട് റെഡി ആയിട്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള ക്യാഷ് കുറച്ച് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ലോൺ വ്യവസ്ഥയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും മാക്സിമം ലോണും മാബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീടിന്റെ പ്രൈസ് അറിയണ്ടേ? ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള വീട് റോഡിനടുത്ത് നമുക്ക് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് 1,15,00,000 രൂപയ്ക്കാണ്. 1.15 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലേറ്റ് ആക്കണ്ട, എത്രയും പെട്ടെന്ന് വിളിക്കുക. സ്ക്രീനിൽ നമ്പറുകൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.